ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. നേരത്തെ ചെന്നൈയിൻ എഫ് സിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് നമ്മൾ നൽകിയിരുന്നു. അതായത് സൂപ്പർ സ്ട്രൈക്കറായ ലീ ഇർവിനെ ചെന്നൈയിൻ എഫ് സി സ്വന്തമാക്കി എന്നായിരുന്നു വാർത്ത. നമുക്കറിയാം, ഇദ്ദേഹം സ്കോട്ടിഷ് താരമാണ്. സ്കോട്ട്ലൻഡിൻ്റെ അണ്ടർ ഏജ് ടീമുകൾക്ക് വേണ്ടി ഇദ്ദേഹം കളിച്ചിട്ടുണ്ട്. പ്രീമിയർ ലീഗ് ക്ലബ്ബായ ലീഡ്സ് യുണൈറ്റഡിന് വേണ്ടി ഇദ്ദേഹം കളിച്ചിട്ടുണ്ട്. കളിച്ച എല്ലാ സ്ഥലങ്ങളിലും ഒരുപാട് ഗോളുകൾ നേടിയിട്ടുള്ള ഒരു നല്ല സ്ട്രൈക്കർ തന്നെയാണ് ലീ ഇർവിൻ. 32 വയസ്സുള്ള അദ്ദേഹത്തെ ചെന്നൈയിൻ എഫ് സി സ്വന്തമാക്കിയിരുന്നു. പേഴ്സണൽ ടേംസ് ഒക്കെ അംഗീകരിച്ചു കഴിഞ്ഞിരുന്നു. ചെന്നൈയിൻ എഫ് സി പേപ്പർ വർക്കുകൾ പൂർത്തിയാക്കിക്കൊണ്ട് ഉടൻ തന്നെ അദ്ദേഹത്തെ ഒഫീഷ്യലായി കൊണ്ട് പ്രഖ്യാപിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. പേപ്പർ വർക്കുകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കെ ഈ സ്ട്രൈക്കറുടെ കാര്യത്തിൽ ഒരു അപ്രതീക്ഷിത ട്വിസ്റ്റ് സംഭവിച്ചിട്ടുണ്ട്. അതായത് മോഹൻ ബഗാൻ ഇദ്ദേഹത്തെ ഹൈജാക്ക് ചെയ്തു കഴിഞ്ഞു. ലീ ഇർവിൻ ചെന്നൈയിൻ എഫ് സിക്ക് വേണ്ടിയല്ല കളിക്കുക, ഇനി മോഹൻ ബഗാന് വേണ്ടിയാണ് കളിക്കുക. ഇക്കാര്യം സ്ഥിരീകരിച്ചത് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മെർഗുലാവോയാണ്. അതായത് പേപ്പർ വർക്കുകൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മോഹൻ ബഗാൻ ഇദ്ദേഹത്തെ ഹൈജാക്ക് ചെയ്തു. മോഹൻ ബഗാൻ ഇദ്ദേഹവുമായി ചർച്ചകൾ നടത്തിക്കൊണ്ട് മോഹൻ ബഗാനിലേക്ക് പോവാൻ ഇപ്പോൾ അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു. ചെന്നൈയിൻ എഫ് സിയുമായി നടത്തിയ ആ പേഴ്സണൽ അഗ്രിമെൻ്റ് ഒക്കെ, ആ ടേംസ് ഒക്കെ അദ്ദേഹം ഇപ്പോൾ കളഞ്ഞു. മോഹൻ ബഗാനിലേക്ക് പോവാൻ അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് മാർക്കസ് മെർഗുലാവോ പറഞ്ഞിട്ടുള്ളത്. നല്ല ഒരു താരത്തെ ചെന്നൈയിൻ എഫ് സി സ്വന്തമാക്കിയിരുന്നു, അതിൻ്റെ തൊട്ടരികിലായിരുന്നു. പക്ഷേ മോഹൻ ബഗാൻ അദ്ദേഹത്തെ ഹൈജാക്ക് ചെയ്തു. മികച്ച ഒരു താരത്തെയാണ്, മികച്ച ഒരു സ്ട്രൈക്കറെയാണ് മോഹൻ ബഗാന് ഇപ്പോൾ ലഭിച്ചത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. ഏതായാലും മോഹൻ ബഗാന്റെ പേപ്പർ വർക്കുകൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടി തന്നെയാണ് ചെന്നൈയിൻ എഫ് സിക്ക് ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.